എന്ത് ഭംഗിയുള്ള പൂക്കളാണെന്നറിയോ? ഈ ചെടികളുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ? ഈ അവസ്ഥയിലേക്ക് എൻ്റെ ചെടികളെ എത്തിക്കാൻ കാരണക്കാരായവർ എൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് കേട്ടോ. അതെങ്ങനെ എന്ത് പറഞ്ഞായാലും എനിക്കത് ക്ഷമിക്കാൻ പറ്റില്ല. എനിക്കല്ല, ചെടികൾ ഇഷ്ടപ്പെടുന്ന ആർക്കും അത് സഹിക്കാൻ പറ്റില്ല. നമ്മൾ നട്ട് വളർത്തി ഒരു പൂവുണ്ടാവുമോ, ഒരു ഇതളുണ്ടാവുമോ, ഒരു മുട്ടുണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ച് കാത്തിരുന്ന ഒരു പൂവുണ്ടാവുമ്പോൾ അതിനെ നശിപ്പിക്കാനായിട്ട് വരുന്നവരെയൊക്കെ നമ്മൾ എന്താ ചെയ്യുക? എനിക്കങ്ങനെ കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചെടികൾ ഈ രാവിലെ കാണുന്ന വൈകുന്നേരം കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കും. കുറേ നേരം കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം കണ്ട് പിറ്റേ ദിവസം രാവിലെയൊക്കെ ചെന്ന് നോക്കുമ്പോഴത്തേക്കുണ്ട് നശിപ്പിച്ചിട്ടുണ്ടാവും. പൂവിൻ്റെ പകുതിയോളം നശിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ പൂവ് തന്നെ നശിച്ചിട്ടുണ്ടാവും. ആ അവസ്ഥയിലാണ് ഇപ്പോൾ കുറേ നാളുകളായിട്ട് എൻ്റെ ചെടികൾ പോകുന്നത്. അപ്പം ഞാൻ അങ്ങനെയുള്ള ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാണ് ആ വില്ലൻ. കണ്ടോ, ഞാൻ പൂവിലിരുന്ന ആളാണ്. ഞാൻ തൊട്ടപ്പോഴത്തേക്കും അത് താഴോട്ട് ഓടി ഇറങ്ങാൻ മനസ്സിലായി ഡേഞ്ചറാണ് എന്നുള്ളത്. ആൾ താഴേക്ക് ഇങ്ങനെ സ്പീഡിൽ ഓടുവാണ്. അങ്ങനെ ഞാനൊരു കമ്പിട്ട് കുത്തിയെടുത്തു. ഞാൻ വേറെ ഒന്നും നോക്കത്തില്ല, ആ പുഴുവിനെ അങ്ങ് കൊന്നുകളയും. ഈ ഭയങ്കര ജീവികളോട് സ്നേഹമുള്ള ആളുകൾ ചിലപ്പോൾ ഇതിൽ പരാതി പറഞ്ഞു എന്ന് വരാം. ആ പുഴുവിനെ എന്തിനാ കൊന്നേന്നൊക്കെ കൊന്നുകളയും. കാരണം എൻ്റെ ചെടികൾ അത്രമാത്രം അത് നശിപ്പിക്കുന്നുണ്ട്. ഇതേ ഈ ഒരു ചെടിയിൽ നോക്കി എന്ത് ഭംഗിയാണ് പൂക്കൾ. അതിൻ്റെ മൊട്ട് കണ്ടോ, പുതിയ മൊട്ടുകളൊക്കെ അത് തിന്നു കഴിഞ്ഞു. എൻ്റെ പകുതിയോളം തിന്നു കഴിഞ്ഞാൽ പൂവിന് പിരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഭംഗിയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത്രയും ഭംഗിയായിട്ട് നിൽക്കുന്ന ഈ പൂക്കൾ ഇതിപ്പോൾ ഞാൻ കണ്ട് കൊന്നില്ല എങ്കിൽ ഇതിപ്പോൾ കാണുമ്പോൾ അടുത്ത് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ സാധനം കണ്ടില്ലല്ലോ. കാണാതെ ഇവർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും തിരിച്ചു വന്ന് ഈ പൂക്കൾ ഫുള്ള് നശിപ്പിക്കും. ഒറ്റ ദിവസം കൊണ്ട് അവർ പെട്ടെന്ന് ആ പൂക്കളെ നശിപ്പിക്കും. എനിക്കിത് 1-2 അനുഭവമൊന്നുമല്ല, സ്ഥിരമായിട്ടുണ്ടാകുന്ന അനുഭവമാണ് കേട്ടോ. ഇത് ചെറിയ പുഴുവാണേ. ഇതിൻ്റെ വലിയ സൈസും ഉണ്ടാവും. അതും നമ്മൾ കണ്ണ് വെട്ടിച്ച് വന്ന് പൂവിനെ മൊത്തം നശിപ്പിക്കും. പക്ഷെ നമ്മുടെ പൂക്കളിൽ പൂമ്പാറ്റയും തേനീച്ചയും ഒക്കെ വരാറുണ്ട്. അതിനെയൊന്നും നമ്മൾ നശിപ്പിക്കുന്നില്ല. കാരണം നമുക്കൊരു ദോഷം അവർ ചെയ്യുന്നില്ല. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ളത് അവിടെ വെച്ചിട്ട് പോകുന്നുണ്ട്. പക്ഷേ പുഴുക്കൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടെ നശിച്ചു പോകും നമ്മുടെ ചെടികൾ. ഇനിയൊരു വില്ലനെ ഞാനിങ്ങനെ നോക്കി കളയൊക്കെ പറിച്ച് വന്നപ്പോഴത്തേക്ക് അടുത്ത ആളെ കണ്ടു കേട്ടോ. ആൾ ചില്ലറക്കാരനൊന്നുമല്ല, ഇത്തിരി സൈസ് ഉണ്ട്. ആളൊരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ചെടികളെയൊക്കെ നശിപ്പിക്കാൻ ഒരു 1-2 മണിക്കൂർ കൊണ്ട് നമ്മുടെ ചെടികളെയൊക്കെ തിന്ന് നശിപ്പിക്കാൻ നല്ല ആരോഗ്യമുള്ള ഒരാളാണ്. ഞാൻ കളകളൊക്കെ പറിച്ചൊരു സൈഡിൽ നിന്ന് വന്നപ്പോഴാണ് കാണിച്ചു തരാട്ടോ. ഈ ചെടി എന്ത് ഭംഗിയാണ്ടോ. ഞാൻ ആസ്വദിച്ച് വന്നപ്പോഴാണ് ഇയാളെ കണ്ടത്. അതിൻ്റെ കുരുന്നൊക്കെ തിന്നു കഴിഞ്ഞു. ഇതാ ഇലയിൽ കൊടിഞ്ഞു തൂങ്ങി കണ്ടോ. ഞാനിപ്പോൾ ഇത് കണ്ടില്ല, എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ കണ്ടതാണ് കേട്ടോ. എത്രയോ ചെടികളുടെ എത്രയോ പൂക്കൾ നശിപ്പിച്ച് കളഞ്ഞു. സങ്കടത്തെ കണ്ട് കൊതി തീരുന്നതിന് മുന്നേ ഇത് നശിപ്പിച്ച് കളഞ്ഞൂലോ എന്നുള്ള വിഷമത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള 2-3 പേരൊക്കെ നമ്മൾ വെറുതെ വിടുമോ? ഞാൻ വെറുതെ വിടില്ല, ഞാൻ അവരെയൊക്കെ കൊന്നുകളയും. അപ്പോൾ ഇതാണ് എൻ്റെ ഗാർഡനിലെ അവസ്ഥ. നിങ്ങൾ ഇതിനൊക്കെ പരിഹാരമായിട്ട് വേറെ എന്തെങ്കിലും മരുന്നുകളോ പെസ്റ്റിസൈഡോ എന്തെങ്കിലും അടിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ എനിക്ക് മെൻഷൻ ചെയ്യൂ കേട്ടോ. എനിക്ക് ശരിക്കും ഇതൊന്നും അറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഇങ്ങനെയുള്ള വില്ലന്മാരെ കണ്ട വെറുതെ വിടാനും പാടില്ല, അപ്പം തന്നെ കൊന്നു കളയണം. അതിനൊരു ദയാദാക്ഷിണ്യവും കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.